നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഒരു ബംഗാൾ വിഷയം വീണ്ടും ചർച്ച ചെയ്യാം അല്ലേ പ്രശാന്ത്ജി? നമസ്കാരം. ഈ പരമ്പ്രത ചാറ്റർജി പിന്നെ ഒരു സുബ്രത മുഖർജി ഇവർ രണ്ടുപേരും പശ്ചിമ ബംഗാളിലെ പ്രമുഖ ചലച്ചിത്ര താരങ്ങളാണ്. ഇപ്പോൾ ഇവർക്കെതിരെയാണ് സുവേന്ദു അധികാരി സർക്കാർ ഒരു കേസ് എടുത്തിരിക്കുന്നത്. അതായത് സർക്കാർ എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോഴല്ല, മെയ് 2, 2021 മമതാ ബാനർജി ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ മമതയുടെ പാർട്ടി വീണ്ടും ജയിച്ചു വന്നപ്പോൾ നമുക്കത് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ഈ ഒരാൾ ട്വിറ്ററിൽ മെസ്സേജ് ഇട്ടു, അടുത്ത താരം അതിനെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇട്ടു, റീട്വീറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ തൊട്ട് പിന്നാലെയാണ് ഒരു BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടത്. അങ്ങനെ 31 പേർ കൊല്ലപ്പെട്ടു രാഷ്ട്രീയ അതിക്രമങ്ങളിൽ. നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞത് നിരവധി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി. കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടും അന്ന് മമത പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇതൊക്കെ ആസ്വദിക്കുകയായിരുന്നു. ആ കേസെല്ലാം ഇപ്പോൾ കുത്തിപ്പൊക്കി. അതെ, ആ കേസെല്ലാം കുത്തിപ്പൊക്കിയിരിക്കുന്നു. അതായത് 2021 മെയ് 2 മമതയുടെ റിസൾട്ട് വന്നതിൻ്റെ അന്ന് നടന്ന വിഷയം മുതൽ ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ട് ഇപ്പോൾ BJPയും കോൺഗ്രസും ഒക്കെ പരാതിയായിട്ട് ഇപ്പോൾ അവരുടെ മനസ്സിലുണ്ട്. ഇതെല്ലാം പരാതിയായിട്ട് BJP, കോൺഗ്രസ്, CPM, അതെ, ഇവരെല്ലാം പരാതിയായിട്ട് അതത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. അതായത് അടപടലം പൂട്ടും. മമത മാത്രമല്ല, TMC പ്രവർത്തകർ മാത്രമല്ല, അവരെ പിന്തുണച്ചിരുന്ന അന്ന് ഈ കൂട്ടക്കൊല സാംസ്കാരിക നായകന്മാർ, പ്രതിഭകൾ അന്ന് ഈ കൂട്ടക്കൊല ഒക്കെ കണ്ട് നടീനടന്മാർ, അതുപോലെ സാഹിത്യകാരന്മാർ, അതെ, ഒക്കെപ്പെടും, കവികൾ ഒക്കെപ്പെടും. കൂട്ടക്കൊല കണ്ട് രാജേഷ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു കലാപാഹ്വാനമുണ്ട്. വരൂ നമുക്കിത് ആഘോഷിക്കാം പറഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് ആഘോഷ ദിനമായി അവർ പ്രഖ്യാപിച്ചു. അതെ, അതിഭീകരമായിട്ടൊരു BJP പ്രവർത്തകനെ കൊലപ്പെടുത്തി. ഈ 31 അല്ല കേട്ടോ കണക്ക്, 31 നമ്മുടെയൊക്കെ അറിവിൽ പുറത്തു വന്നത് 50-ലധികം പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പലരെയും തലകീഴായിട്ടൊക്കെ കെട്ടിത്തൂക്കി കളഞ്ഞു. അതായത് ദേഹം മുറിച്ചിട്ട് ചോര വാർന്നു പോകാൻ വേണ്ടിയിട്ട് കെട്ടിത്തൂക്കിയിട്ട് കളഞ്ഞു. പിന്നെ അതുപോലെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് കണക്കില്ല. ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ പാവപ്പെട്ട ആൾക്കാർ, അവർക്ക് ഈ കേസ് കൊടുക്കാനോ കേസ് പറയാനോ ഉള്ള ധൈര്യമോ ശേഷിയോ ഒന്നുമില്ല. ഒരു പരാതി ഒരു പക്ഷേ എഴുത്തും വായനയും പോലും അറിഞ്ഞൂടാത്തവരായിരിക്കാം. കൂലിപ്പണിയെടുത്ത് വയലിലും മറ്റുമൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നവരാകാം. അങ്ങനെയൊക്കെയുള്ള അനേകം സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി എന്നാണ് പറയുന്നത്. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ 15 വർഷമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ഓഫീസ് തുറന്നിട്ടില്ല. അത് താഴിട്ട് പൂട്ടി അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു പൂട്ടി താക്കോലുമായിട്ട് തൃണമൂലിൻ്റെ പ്രവർത്തകർ പോയിരിക്കുകയാണ്. ഈ ഓഫീസിൻ്റെ പരിസരത്തേക്ക് CPMൻ്റെ പ്രവർത്തകർക്ക് വരാൻ കഴിയില്ലായിരുന്നു. BJP അവിടെ ജയിച്ചു. 24 മണിക്കൂറിനകത്ത് BJP പ്രവർത്തകരും CPMൻ്റെ പ്രവർത്തകരും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും കൂടെ വന്നാണ് ഓരോ ഓഫീസുകളും തുറന്നത്. അത് CPMൻ്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഓഫീസുകൾ, അതുപോലെ BJPയുടെ ഓഫീസുകൾ ഒക്കെ ചില പ്രദേശങ്ങളിൽ വലിയ എന്താ പറയുക, അതിഭീകരമായ ഒരു മമതയുടെ തൃണമൂലിൻ്റെ അതീശത്വം നിലനിൽക്കുകയായിരുന്നു. തിരുവായ്ക്ക് എതിർവായില്ലാത്ത അവസ്ഥ. അവിടെ അവർ ചെയ്യുന്നതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല, അവരെ എതിർത്തൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ഞാനതിൽ മനസ്സിലാക്കുന്നത് ഈ സുവേന്ദു വന്ന ഉടൻ തന്നെ അക്കമിട്ട് പുള്ളി കുറേ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് നമ്മളാണത് ആദ്യം പറഞ്ഞത്, ആദ്യം ഒരു ചർച്ചയിൽ പറഞ്ഞത്, ഈ ഫെൻസിങ്ങിന് വേണ്ടി, വേലി കെട്ടാൻ വേണ്ടിയിട്ട് സ്ഥലം ഉടൻ തന്നെ കൊടുക്കും. ആദ്യത്തെ ഉത്തരവ് അതായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ആദ്യത്തെ ഉത്തരവ് അതായിരുന്നു, അത് കൈമാറി. ഇപ്പൊ അദ്ദേഹം മറ്റൊരു കാര്യം, അവിടെ ഒരു പ്രഖ്യാപനം പറഞ്ഞ ഡിറ്റക്ട് ഡിലീറ്റ് പിന്നെ നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയുക, ഡിറ്റക്ട് ചെയ്യുക, അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേരുകൾ നീക്കം ചെയ്യുക, ഡീപോർട്ട് ചെയ്യുക, ബാക്കി അവർ നിയമ നടപടികൾ അവർ ചെയ്തു. അപ്പോൾ അതായത് ബംഗാളിലെ ജനത, തദ്ദേശീയരായ ജനങ്ങൾ ഇത് ഏറ്റെടുക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം. അതുപോലെ ഏകീകൃത സിവിൽ കോഡ് അവിടെ നടപ്പിലാക്കിക്കൊണ്ട് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഉത്തരവ് അടുത്ത
സുവേന്ദു അധികാരിയുടെ നീക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബംഗാളിനെ അല്ല ഈ രാജ്യത്തെ മൊത്തം ഞെട്ടിച്ച ഒരു ഈ വനിതാ ഡോക്ടറുടെ കൊലപാതകം അതിൽ തുടരന്വേഷണത്തിന് അത് സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ പെൺകുട്ടി കൊല്ലപ്പെട്ടതിന്റെ കാരണത്തെക്കുറിച്ച്, അതായത് വളരെ ആസൂത്രിതമായ ഒരു കൊലയാണെന്ന് പറയുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസിനും അവിടുത്തെ മറ്റു ചില ഡോക്ടർമാർക്കും ഒരു ലേഡി ഡോക്ടർ അടക്കമുള്ളവർക്കും പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ അതിന്റെ കൊലപാതകി എന്ന ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങി ആ കേസ് അട്ടിമറിക്കപ്പെട്ടു. അതിന്റെ പിന്നിലെ ഗൂഢാലോചന അന്വേഷിച്ചില്ല. അതും ചെന്ന് നിൽക്കുക തൃണമൂൽ മമതയുടെ വീട്ടിന്റെ മുന്നിൽ തന്നെ. മമതയുടെ വീട്ടിന്റെ മുന്നിൽ നിന്ന് മാത്രമല്ല, അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള മമതയുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആൾക്കാരെല്ലാം ആ കേസിൽ കുരുങ്ങും. കാരണം അത് ഒരു വലിയ ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു വലിയ മാഫിയ പ്രവർത്തനമുണ്ട്. അതിന്റെ ചുരുളഴിക്കും ആ അന്വേഷണം. അഭിഷേക് ബാനർജിക്ക് ഒരു പോലീസ് എസ്കോർട്ടും പൈലറ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം എടുത്തു. ഏറ്റവും നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വന്ദേ മാതരം. അത് ബംഗാളിൽ നിർബന്ധമാക്കി സ്കൂളുകളിൽ 6 ഖണ്ഡികയും പാടണം. അത് മറ്റെല്ലാ സംസ്ഥാനത്തും നിർബന്ധമാക്കി, ഇവിടെയും പാടേണ്ടി വരും. പാടിയേ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് മദ്രസകളുണ്ട്. മദ്രസകളിലും നിങ്ങൾ പഠിപ്പിക്കുകയാണോ സ്കൂളാണോ ചൊല്ലിയിരിക്കണം, അല്ലെങ്കിൽ ഔട്ട്. അത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായോ? വളരെ കൃത്യമാണ്. ഈ മദ്രസകൾക്കൊക്കെ വലിയ ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് സർക്കാർ. കൊടുത്തിരുന്നു. മമത ഇറങ്ങുന്നതിന്റെ തലേ ദിവസം വരെ ഈ മദ്രസകൾക്ക്, ബംഗാളിലെ മദ്രസകൾ ആ മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മതപുരോഹിതന്മാരെ തീറ്റിപ്പോറ്റുന്ന ഒരു സാഹചര്യം ബംഗാളിലുണ്ടായിരുന്നു. അത് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് വന്ദേമാതരം ഇവർക്ക് പാടാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. അവർ മതപരമായിട്ട് അവർ വലിയ എതിർപ്പ് ഉയർത്തും. ഇപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ അവർ പാടും, പക്ഷെ മദ്രസകളിൽ അവർ പാടില്ല. ആ ഒറ്റ ഇത് മതി സർക്കാരിൻ്റെ ഉത്തരവ് അനുസരിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ട് മുഴുവനും കട്ട് ചെയ്യും. അത് മാത്രമല്ല അടച്ചു അത് രണ്ടാം ഘട്ടം. അതായത് ആദ്യത്തെ ഘട്ടത്തിൽ ഈ ഫണ്ട് കട്ട് ചെയ്യും. അപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന, മറ്റത് നിയമപരമായിട്ടൊക്കെ ചെയ്തു വെച്ചതാണ്. അപ്പോൾ ഒരു സർക്കാരുകൾ തുടർച്ചയാണ്. നേരത്തെ ഇരുന്ന സർക്കാർ ചെയ്ത കാര്യം ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ഈ റെയിലിൻ്റെ വിഷയം കേരളത്തിൽ ഇപ്പോൾ വന്നിട്ട് ഇവർ ഉത്തരവ് റദ്ദാക്കി, റെയിൽ റദ്ദാക്കി, പ്രോജക്റ്റ് തന്നെ റദ്ദാക്കി കളഞ്ഞു. അത് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. അത് പിണറായി വിജയൻ്റെ കാലത്ത് തന്നെ അത് റദ്ദാക്കാനുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിരുന്നു. കാരണം അതിന് പാരിസ്ഥിതിക അനുമതിയില്ല, കേന്ദ്ര സർക്കാരിൻ്റെ എതിർപ്പുണ്ട്, റെയിൽവേ മന്ത്രാലയം ഉടക്ക് വെക്കുന്നു. ഇതിൻ്റെ ഗേജ് പോലും ഒന്ന് ആലോചിച്ച് നോക്കണം, ഗേജ് പോലും തീരുമാനിക്കാതെയാണ് വീട്ടിൻ്റെ അടുക്കളയ്ക്കകത്ത് കൊണ്ടുവന്ന് മഞ്ഞക്കുറ്റി കുഴിച്ചിട്ടത്. അല്ലേ? എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഒരു സർക്കാർ പെരുമാറിയത്. അപ്പോൾ ഇതൊക്കെ കോടതിയിലൊക്കെ ചെല്ലുമ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യും. ഇതൊന്നും നിസ്സാര കാര്യമല്ല. വളരെ കൃത്യമായിട്ട്, അതുകൊണ്ടാണ് കോടതി വലിച്ച് ദൂരെ കളഞ്ഞത് ഈ കാര്യത്തിന്. ഇത് പോയി പണി നോക്കാൻ പറഞ്ഞു. പാരിസ്ഥിതിക അനുമതി പോലും വാങ്ങിക്കാതെ കുറ്റിയടിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞെന്നാണ് കോടതി ചോദിച്ചത്. ഒരു കാര്യം, ബാക്കിയെല്ലാം മാറ്റി വെച്ചോളൂ, പാരിസ്ഥിതിക അനുമതിയെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങളൊരു പഠനമെങ്കിലും നടത്തി. ഒന്നുമില്ല. കേരളം കണ്ട ഏറ്റവും വലിയൊരു ഭൂമി കച്ചവടമായിരുന്നത്. അല്ല, ഭൂമി കച്ചവടം മാത്രമല്ല, അതിൻ്റെ പുറകിൽ വേറെ നമുക്കത് ഒരു വിഷയം നമുക്ക് പ്രത്യേകം വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. കാരണം അത് 12,500 കോടി രൂപയുടെ അഴിമതിയാണ് ഈ റെയിൽ എന്ന് പറയുന്നത്. നമ്മളെ ഈ ബംഗാളിൻ്റെ വിഷയം മുങ്ങിപ്പോകും അതിനകത്ത്. നമുക്കത് പ്രത്യേകം നമുക്ക് സംസാരിക്കാം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ബംഗാളിൽ അപ്പോൾ വളരെ കൃത്യമാണ്. ഒന്ന്, മദ്രസകൾക്ക് കൊടുക്കുന്ന ഗ്രാൻഡ് നിർത്തലാക്കണം. അങ്ങനെ നിർത്തലാക്കി കഴിയുമ്പോൾ മദ്രസകൾ വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോവില്ല, മദ്രസയിൽ പോകും. കാരണം മദ്രസയിൽ ചില അടിസ്ഥാനപരമായ മറ്റു ചില കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്ന ചില സിലബസിലെ കുറേ ഭാഗങ്ങളൊക്കെ പഠിപ്പിച്ചില്ലെന്ന് വരുത്തും, പരീക്ഷ എഴുതും. ആ പരീക്ഷയൊക്കെ നടത്തുന്ന അവർ തന്നെ കണ്ടെഴുതാനും നോക്കി എഴുതാനും ഒക്കെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും. എങ്ങനെയെങ്കിലും പിള്ളേർ ജയിച്ചു വരും. അല്ലേ? ഒരു സമാന്തര വിദ്യാഭ്യാസ പരിപാടിയാണത്. അത് മാത്രമല്ല, കുറേ ഈ എന്താ പറയുക, കാലണയുടെ വിവരമില്ലാത്ത ഒരു പുരോഹിതനായിരിക്കും അവിടെ പഠിപ്പിക്കാനിരിക്കുന്നത്. അവന് ശമ്പളം, ഗ്രാറ്റുവിറ്റി, PF എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. നോക്കൂ, ഒരു സംസ്ഥാന സർക്കാരിന് കീഴിൽ ഒരു സാധാരണ അധ്യാപകന് കിട്ടുന്ന എല്ലാ പരിഗണനയും അയാൾക്ക് കിട്ടും. ഇതെല്ലാം ഇപ്പോൾ കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്ദേമാതരം കൊണ്ടുവന്നത്. നമുക്ക് പെട്ടെന്ന് തോന്നും സർക്കാർ മതപരമായ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതാണോ,
ഒന്നാമത് വന്ദേമാതരം മതപരമല്ല, അത് ദേശീയ ഗീതമാണ്, രാഷ്ട്രഗീതമാണ്. അതിനെ ശരിക്കും ദേശീയ ഗീതം എന്നല്ല പറയേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രഗീതം എന്നൊരു, രാഷ്ട്രഗീതവും ദേശീയ ഗീതവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെ. പക്ഷെ അങ്ങനെ ഒന്നാണ് വന്ദേമാതരം. ആ വന്ദേമാതരത്തിനെ ഇവർ മതപരമായിട്ട് കാണുന്നു. അപ്പോൾ അതിനെ സുവേന്ദു അതേ ആംഗിൾ തന്നെ വെച്ചു കൊടുത്തു. നിങ്ങൾ മതപരമായിട്ട് കണ്ടോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ, മദ്രസകൾക്ക് 5000 കോടി രൂപയുടെ ഗ്രാൻഡ് കൊടുക്കുകയാണ്. 5000 കോടി രൂപ. നമ്മുടെ നാട്ടിൽ മദ്രസകൾക്ക് കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വകുപ്പിൻ്റെ കീഴിൽ കൃത്യമായിട്ടൊരു ഗ്രാൻഡ് അനുവദിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഹജ്ജിന് പോകുന്നതിന് ഒരു സംവിധാനമുണ്ട്, അല്ലേ? ഇതൊന്നും ഒരു ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെയും സർക്കാർ ഹനിച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ മദ്രസകൾക്ക് പൊതുവിദ്യാഭ്യാസത്തിന് തുല്യമായ പദവി കൊടുക്കുക, എന്നിട്ട് അതുവഴി പറഞ്ഞ പോലെ മദ്രസ കാലനട വിവരമില്ലാത്ത മതപുരോഹിതന് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുക, ഇതൊക്കെയാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കുട്ടികൾ മതം പഠിക്കുന്നത് അവർ പഠിച്ചോട്ടെ, അതിനകത്തൊന്നും ഒരു സർക്കാരും ഇടപെടേണ്ട കാര്യമില്ല. അത് വേറെ കാര്യം. പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മ ചോദിച്ചതാണ് ശരി. നിങ്ങൾക്ക് ഡോക്ടറെ വേണോ, എഞ്ചിനീയറെ വേണോ, പിന്നെ മറ്റേ ചിപ്പുണ്ടാക്കുന്നവനെ വേണോ, നഴ്സിനെ വേണോ, പോലീസുകാരനെ വേണോ, അതോ നിങ്ങൾക്ക് മതപുരോഹിതന്മാർ മാത്രം മതിയോ ഈ നാട്ടിൽ? അത് ചോദിച്ച ചോദ്യം വളരെ ശരിയല്ലേ? അപ്പോൾ അതിന് ഉത്തരം ജനങ്ങളിൽ നിന്ന്, ഞാൻ പറയുന്ന ഈ ഹിമന്ത ബിശ്വ ശർമ്മ ഒരു വലിയ സദസ്സിനോടാണ് ഇത് ചോദിക്കുന്നത്. അതിനകത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമല്ല ഉള്ളത്, മുസ്ലിങ്ങളും ഉണ്ട്. അവർ വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് ഡോക്ടറെ വേണം, ഞങ്ങൾക്ക് എഞ്ചിനീയറെ വേണം, ഞങ്ങൾക്ക് പോളിടെക്നിക്കുകാരനെ വേണം, ഞങ്ങൾക്ക് പോലീസുകാരനെ വേണം, നഴ്സിനെ വേണം. അവസാനമാണ് ഈ ചോദ്യം വന്നത്, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് വളരെ കൃത്യമായിട്ട് സുവേന്ദു വളരെ ബുദ്ധിപരമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. സുവേന്ദുവിനെ ആരും രാഷ്ട്രീയം പഠിപ്പിച്ചു കൊടുക്കണ്ട. വളരെ കൃത്യമായിട്ട് തൃണമൂലിനെ വളർത്താൻ കൂടെ നിന്ന അയാളാണ്. തൃണമൂൽ വളർന്നു കഴിഞ്ഞപ്പോൾ മമതയുടെ സ്വഭാവം മാറിയപ്പോൾ അദ്ദേഹം മമതയെ ഗുഡ് ബൈ പറഞ്ഞ് മമതയുടെ അടുത്തുനിന്ന് ഇറങ്ങി. 2021 നന്ദിഗ്രാമിൽ മത്സരിച്ച് മമതയെ തോൽപ്പിച്ചു. നിസ്സാരക്കാരനല്ല സുവേന്ദു. 77 സീറ്റ് കിട്ടിയപ്പോഴും മമത തോറ്റു. ആ മമത ഇക്കുറി വന്ന് 2 സീറ്റിൽ മത്സരിച്ചു. പിന്നെ ഭവാനിപൂരിൽ ഒരാളിനെ രാജിവെപ്പിച്ച് അവിടുന്ന് മത്സരിച്ച് ജയിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും വന്ന് ഭവാനിപൂരിൽ നിന്ന് അദ്ദേഹം തോൽപ്പിച്ചു മമതയെ. മൊത്തത്തിൽ തൃണമൂല് തോറ്റു. അപ്പോൾ സുവേന്ദു വളരെ കൃത്യമായിട്ട് ഓരോ അടിയും വളരെ സൂക്ഷിച്ച് വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് അറിയാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇത് മദ്രസ വന്ദേമാതരം ഒരു പൂട്ടാണ്. വളരെ കൃത്യമായിട്ട് ബുദ്ധിപരമായിട്ട് അവരെ പൂട്ടിയിരിക്കുകയാണ്. ഇനി മദ്രസകൾക്കുള്ള ഗ്രാൻഡ് ഇല്ലാതാകും. കൃത്യമായി മദ്രസകൾക്ക് കേന്ദ്ര സർക്കാർ എന്ത് മാനദണ്ഡം പറഞ്ഞിരിക്കുന്നോ അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ മമത കൊടുത്ത വാരിക്കോരി കൊടുത്ത ആനുകൂല്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് എന്ത് തോന്നിയവസവും കാണിക്കാമെന്നുള്ള സാഹചര്യം ഇനി ബംഗാളിൽ നടക്കില്ല. അത് ഫെൻസിങ്ങിന് ഭൂമി കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായല്ലോ. BSFന് അത് കൈമാറി. അത് കേന്ദ്ര സർക്കാരാണ് ഫെൻസിങ് ചെയ്യുന്നത്. വേലി കെട്ടുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇവർക്ക് 5 പൈസയുടെ ചെലവില്ല. ആകെയുള്ളത് ഭൂമി. മമത പറഞ്ഞ എന്താ, ഭൂമി ഏറ്റെടുക്കാൻ കാശില്ല എന്നാ പറഞ്ഞത്. ഭൂമി ഏറ്റെടുക്കാനുള്ള പണമടക്കം കേന്ദ്ര സർക്കാർ കൊടുക്കുകയാണ്. ഇപ്പം റെയിൽവേക്ക് ഭൂമി ഏറ്റെടുക്കുന്നു. കേന്ദ്ര സർക്കാരിനല്ലേ കൈമാറേണ്ടത്? അവിടെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പണം കൊടുക്കാതിരിക്കുമോ? പണം കൊടുക്കാതെ ഈ ഭൂമി കൈമാറുമോ? എത്ര ബാലിശമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം മമതയൊക്കെ പോലെയുള്ള ആൾക്കാർ വാസ്തവത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ്. ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ്. ഇങ്ങനെ അധികാരത്തിന് വേണ്ടി എന്തും പറയുക, എന്തും പ്രവർത്തിക്കുക, എന്തും നുണയും പറയുക. അപ്പോൾ അതൊക്കെ ഇനി അവസാനിച്ചു. ബംഗാളിൽ മമത യുഗം തീർന്നു. ആ ഒരു യുഗം. കാരണം ഈ ആർജിക്കർ കേസ് ബംഗാളിലെ തൃണമൂലിൻ്റെ ശവപ്പെട്ടിയിലെ അവസാന താണിയാണ് അടിക്കുന്നത്. തീർന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം അകത്താവും. അത്ര മാരകമായ വിഷയങ്ങൾ, മാഫിയ പ്രവർത്തനം, എനിക്ക് തോന്നുന്നു അവയവ കച്ചവടം പോലും അതിൻ്റെ പുറകിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഒരു ഊഹമാണ്. ഇതുവരെ ലഭ്യമായ വാർത്തകൾ വെച്ച് പരിശോധിക്കുമ്പോൾ അതിനെ എതിർത്തു ഈ പെൺകുട്ടി എന്നുള്ളതാണ് ഈ ഹൗസ് സർജൻസി ചെയ്യുന്ന ഈ ഡോക്ടറെ അതിമൃഗീയമായി, അതിക്രൂരമായി, അതിപൈശാചികമായി റേപ്പ് ചെയ്ത് കൊല്ലാൻ ഒരു ക്രിമിനൽ കൊട്ടേഷൻ കൊടുത്തത് ചെയ്യിക്കുന്നതിൻ്റെ ചേതോവികാരം അവിടെയാണ്.
അത്ര ഭീകരമായ വിഷയങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. വരട്ടെ, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. കേസ് അന്വേഷിച്ച് തുടങ്ങിയല്ലേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം. വളരെ വിശദമായ വാർത്തകൾ ചെയ്യാനുണ്ട് അത് സംബന്ധിച്ച്. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പെൺകുട്ടി, അതും ഒരു ഡോക്ടർ ആകാൻ പോകുന്ന ഒരു പെൺകുട്ടി, മിടുക്കിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി നേരിടേണ്ടി വന്ന കൊടിയ പീഡനം ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികളെ കൊണ്ട് സമാധാനം പറയിപ്പിക്കണം. അത് സുവേന്ദു അധികാരി ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഈ മദ്രസയ്ക്ക് പൂട്ടുവീഴും, മദ്രസകൾക്ക് പൂട്ടുവീഴും. മദ്രസകൾ മര്യാദയ്ക്ക് കേന്ദ്ര സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുമ്പ് എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് അതുപോലെ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ആ പ്രവർത്തന സ്വാതന്ത്ര്യമൊന്നും ആരും എടുത്തു കളഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയ ഗ്രാൻഡൊക്കെ വാങ്ങിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നികുതിപ്പണം കൊണ്ട് അങ്ങനെ നടക്കില്ല. അതൊന്നും ഇനി നടക്കില്ല. പകരം കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കട്ടെ, മതം പഠിക്കേണ്ട സമയത്ത് അവരത് പഠിച്ചോട്ടെ. സ്കൂൾ വിദ്യാഭ്യാസം കൃത്യമായിട്ട് നേടേണ്ടത്, സ്കൂൾ കോളേജ് ഉന്നത വിദ്യാഭ്യാസമൊക്കെ കൃത്യമായിട്ട് നേടേണ്ടത് അവർ നേടട്ടെ. ഇനി ബംഗാളിനെ കാത്തിരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നം, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വലിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥ ബംഗാളിലുണ്ട്. അത് മറികടക്കാൻ കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. അതിനാണ് ഇപ്പോൾ ഞാൻ സത്യത്തിൽ കാത്തിരിക്കുന്നത് ബംഗാൾ സർക്കാരിൻ്റെ സംസ്ഥാന ബജറ്റാണ്. ആ സംസ്ഥാന ബജറ്റ് ഒരു വലിയ വിപ്ലവമായിരിക്കും ബംഗാളിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. നീണ്ട 35-34 വർഷത്തെ ഇടത് ഭരണം കൊണ്ട് ബംഗാൾ എങ്ങനെ മുടിഞ്ഞു മുണ്ടക്കോലായോ, അതിനുശേഷം വന്ന 15 കൊല്ലം കൊണ്ട് മമത എങ്ങനെ അതിനെ കുത്തുപാള എടുപ്പിച്ചോ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ചുവടുവെപ്പായിരിക്കും ബംഗാളിൻ്റെ ബജറ്റ് എന്ന് ഞാൻ. മുഖം തിരിഞ്ഞിരിക്കുന്ന കേരളത്തെ പോലെ, ഇത്രയും കാലമായി തിരിഞ്ഞ കേരളത്തെ പോലെ ആയിരിക്കില്ല. കാരണം BJP സർക്കാരാണ്. കേന്ദ്രം തീർച്ചയായിട്ടും എനിക്ക് ബംഗാളിന് ബീഹാറിനെ പോലൊരു സ്പെഷ്യൽ പാക്കേജ് തന്നെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ബംഗാളിനെ രക്ഷിക്കാൻ പറ്റില്ല. വലിയ വ്യവസായങ്ങൾ അവിടേക്ക് ബോധപൂർവം അവിടേക്ക് എത്തണം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ബംഗാളി തൊഴിലാളികൾ കേരളത്തിൽ ഉണ്ടായിരുന്നവർ മുഴുവനും പോയിട്ട് തിരിച്ചു വരാത്തത്? കാരണം അവിടെ ജോലി കിട്ടും. അവർക്ക് പ്രതീക്ഷയുണ്ട്. ഈ അടിസ്ഥാന സൗകര്യ വികസനം, റോഡ് വികസനം, ദേശീയപാതാ വികസനം, അതിനൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കൈയച്ചുള്ള ഫണ്ടിങ് ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിലേ ബംഗാളിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാഗമാണ്, നമ്മുടെ പൗരന്മാരാണ്. അവിടെ അവർ ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ എന്നുള്ളതല്ല, ദേ ആർ ഇന്ത്യൻ സിറ്റിസൺ. അപ്പോൾ ഈ ഇന്ത്യൻ സിറ്റിസൺസിനെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്, അവരത് ചെയ്യും. ഇനി നമുക്ക് കേരളത്തിൻ്റെ ബജറ്റും കാത്തിരിക്കാം, എന്താണ് സംഭവിക്കാൻ പോണതെന്ന് നോക്കാം. നിയമസഭാ സമ്മേളനം അനൗൺസ് ചെയ്തിട്ടില്ല, വരട്ടെ. പക്ഷേ ബംഗാളിൽ വലിയ കുതിപ്പുണ്ടാകും. അതുപോലെ ഈ ക്രിമിനലുകളും അക്രമകാരികളും എല്ലാം അഴി എണ്ണും എന്ന കാര്യത്തിൽ സംശയമില്ല.